അങ്ങനെയുണ്ട്, അടിപൊളി സാധനമല്ലേ? ചിലപ്പോൾ ഒരു മീൻ അടിക്കും ഇതേ. യെസ് യെസ്, ഫിഷ് ഓൺ. ഇതുണ്ടോ തലയുടെ വലുപ്പം കണ്ടോ? വാവ്, അടിയ. യെസ്, ഫിഷ് ഓൺ. വാവ്, അടിച്ചടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ചടിച്ച്. യെസ്, ഫിഷ് ഓൺ. ചെറുമീൻ കിട്ടിയുണ്ടോ? കണ്ടോ? യെസ്, ഫിഷ് ഓൺ. മതിയാവോ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളാണ് ഇന്നൊരു അടിപൊളി വരാൽ ഫിഷിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മളിനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും കാണാനൊക്കെ ഇടുന്നതായിരിക്കും. കാര്യം നമുക്ക് കുറച്ച് തിരക്കുകളും കാണാനൊക്കെ വന്നിരുന്നു, നമുക്ക് അതുകൊണ്ട് വീഡിയോസ് ഇടാൻ പറ്റിയില്ലായിരുന്നു. അപ്പം നമ്മളാണെങ്കിൽ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന ഫ്രോഗ് ലൂർ എന്ന് പറഞ്ഞാൽ റിയൽ വാറിൻ്റെ ഇപ്പം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി ഫ്രോഗ് ആയിട്ടോ കേട്ടോ. അതായത് നമ്മുടെ റിയൽ വാറിൻ്റെ ബോൾട്ട് എന്ന് പറഞ്ഞ ഫ്രോഗ് ആട്ടോ. എല്ലാവർക്കും അറിയാം, നമ്മളതിൻ്റെ ഓൾറെഡി നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിരുന്നത് ഏകദേശം ഒരു 3 months മുന്നേ എടുത്ത് വെച്ചിരുന്നായിരുന്നു. പക്ഷെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ഇടാൻ വേണ്ടി പോകുന്ന ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് വീഡിയോ കേട്ടോ. കാര്യം നമുക്ക് ഒരുപാട് മീൻ കിട്ടുന്നുണ്ടായിരുന്നു ഈ ഫ്രോഗിൽ. റിയൽ വാറിൻ്റെ ബോൾട്ട് കേട്ടോ, നാടവരാൽ പിടിക്കാൻ ബെസ്റ്റ് ആയിട്ട്. നാടവരാലും ചെറുവിന് നമുക്ക് പിടിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോഴാണെങ്കിൽ റിയൽ വാറിന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ബോൾട്ടിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലാണെങ്കിൽ കുറച്ച് റിയൽ വാറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രോഗുകളുടെ. അതുപോലെ ആണെങ്കിൽ താഴെ ഗ്രാംസും അതുപോലെ സെന്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഫ്രോഗ് വന്നേക്കെന്ന് പറഞ്ഞാൽ 6 grams ആണ് കേട്ടോ. 5 to 6 grams ആണ് ഫ്രോഗ് വന്നിരിക്കുന്നത്. അതുപോലെ ആണെങ്കിൽ 4.5 centimeter ആണ് ഫ്രോഗ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഫ്രോഗ്. ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രോഗ് കേട്ടോ. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഫ്രോഗ് ലൂറാണ്. കറക്റ്റ് ഫ്രോഗ് എന്ന് തന്നെ പറയാൻ പറ്റിയ ഫ്രോഗാണ് നമ്മുടെ റിയൽ വാറിൻ്റെ ഈ ഫ്രോഗ് കേട്ടോ. അതായത് ഒരു തവള കാലൊക്കെ മടക്കിയിരിക്കുന്ന ഒരു ഷേപ്പിലാണ് സാധനം വന്നിരിക്കുന്നത്. നല്ല അടിപൊളി സ്ട്രക്ചറാണ്. 3D ഡിസൈൻ ഒന്നും അല്ല, നോർമൽ ഡിസൈനാണ്. പക്ഷേ നല്ല അടിപൊളി ഡിസൈനാണ് സാധനം വന്നിരിക്കുന്നത്. നല്ല ഒരു മുഴപ്പം, കറക്റ്റ് തവളയുടെ ആ ഒരു ഷേപ്പ്, കറക്റ്റ് ഇങ്ങനെ കാല് പതുങ്ങിയിരിക്കത്തില്ല, ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഇതേ വന്നിട്ടുണ്ട്. കറക്റ്റ് സ്ട്രക്ചറാണ് വന്നിരിക്കുന്നത് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. അടിവശത്ത് വൈറ്റ് കളറും മുകളിലാണെങ്കിൽ ഗ്രീന് അതുപോലെ ബ്ലാക്ക് ഡോട്ടൊക്കെ വന്നിട്ട് കറക്റ്റ് ഒരു നാച്ചുറൽ ഫീൽ നമ്മുടെ ഫ്രോയിന് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. അതുപോലെ കണ്ണൊക്കെ ആൾ നല്ല ഭംഗിക്കാണ് നിൽക്കുന്നത്. ഫ്രണ്ടിൽ നോക്കിയാൽ നല്ല അടിപൊളി ഒരു ക്വാളിറ്റി സിവിലുണ്ട് കേട്ടോ. ചേർമീനൊക്കെ അടിച്ചാൽ പോലും പൊട്ടിക്കത്തില്ല. ഹുക്കൊന്നും ഒരിക്കലും വിട്ടു പോകത്തില്ല കേട്ടോ. ഹുക്കും ബെൻഡ് ആവത്തില്ലാത്ത രീതിയിലുള്ള ഹുക്ക വന്നിരിക്കുന്നത്. അതായത് കാർബൺ സ്റ്റീൽ ഹുക്ക വന്നിരിക്കുന്നത് കേട്ടോ. നല്ല കിടുക്കാജി ഹുക്ക വന്നിരിക്കുന്നത്. അതുപോലെ നല്ല ഹുക്ക് ഓപ്പറേഷൻ കാണലുണ്ട്. അതുപോലെ നല്ല ഷാർപ്പായിട്ടുള്ള ഹുക്കാണ് കേട്ടോ. ജസ്റ്റ് മീൻ തൊട്ടാൽ തന്നെ ഹുക്കാവും. പിന്നെ നല്ല അടിപൊളി ബാർബും കാളൊക്കെ കൊടുത്തിട്ടുണ്ട് ഹുക്കിൽ. അതുപോലെ തന്നെ വെയിറ്റ് വന്നിരിക്കുന്നുണ്ടോ, ഇൻബിൽഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നുണ്ടോ. നിങ്ങൾ നോക്കിക്കേ, വെയിറ്റ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് പുറമേ റാപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് ആ കൂടെ തന്നെ ഇത് കേട്ടോ ഒരു സിവിലിൽ സ്പ്ലിറ്ററിങ് ഇട്ടിട്ട് അടിപൊളി സ്പിന്നർ വന്നിട്ടുണ്ട്. നല്ല ആക്ഷൻ കാണാൻ കിട്ടും ഈ സ്പിന്നറിങ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കേട്ടോ. കണ്ടോ, അടിപൊളി ആക്ഷൻ കാണാൻ കിട്ടും. ഇതാണ് നമ്മുടെ റിയൽ വാറിൻ്റെ ബോൾട്ട് എന്ന് പറഞ്ഞ ഫ്രോഗ് കേട്ടോ. കാര്യം ചെറുതാണെങ്കിലും ഇത്രയും ഗ്രാംസ് ഉള്ളെങ്കിലും നല്ല കാസ്റ്റിംഗ് കാണാൻ കിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് ഉണ്ടോ, എയറോഡൈനാമിക് ആയിട്ടുള്ള ഷേപ്പാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എറിയുമ്പോൾ കാറിൻ്റെ ഇടയിൽ കൂടെ തുളഞ്ഞ് അങ്ങോട്ട് കയറി പോകും കേട്ടോ. എനിക്ക് നല്ല അടിപൊളിയായിട്ട് കാസ്റ്റിംഗ് ആളെ കിട്ടിയത്, അത്യാവശ്യം ന്യായമായിട്ട് തന്നെ മീനിങ് കിട്ടിയത് നമ്മുടെ ഈ ബോൾട്ടിൽ കേട്ടോ. ഓക്കെ, നല്ല അടിപൊളി ഭംഗിയാണല്ലേ. അപ്പം നമ്മളാണെങ്കിൽ ഇന്ന് ഇതുമായിട്ട് പിടിച്ച ഒരു അടിപൊളി വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബോൾട്ട് എന്ന് പറഞ്ഞ ഈ ഫ്രോഗ് ആർക്കെങ്കിലൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സംക്രാന്തിലുള്ള ആംഗ്ലേഴ്സ് പാർഡേഴ്സ് ടാക്കിൾസിലുണ്ട്, പിന്നെ ഡ്രീം ഷിപ്പ് കാർഡിലുണ്ട്, പിന്നെ ഇസാ ഫിഷ് ടാക്കിൾസിലുണ്ട്, പിന്നെ കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ഷോപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ 3 നമ്പർ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ നമ്മുടെ മീൻ പിടിച്ച വീഡിയോയിലേക്ക് വെക്കാം. നമ്മുടെ ബോൾട്ടുമായിട്ട് റിയൽ വാരിയർ ബോൾട്ട്. കണ്ടം മുഴുവൻ വെള്ളം കയറി കിടക്കും കേട്ടോ. ഇവിടെ എല്ലാം ചെറിയ ചെറിയ ചാലുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വൈകുന്നേരമൊക്കെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയം നോക്കിയതേ മഴക്കാരൊക്കെ ഒന്ന് ഒതുങ്ങി നിന്ന സമയത്ത് ഇറങ്ങിയേക്കുവാണ് നമ്മുടെ റിയൽ വാരിയറിൻ്റെ ബോൾട്ടൊക്കെ ആയിട്ട് കേട്ടോ. മഴയുണ്ട് എങ്കിലും നമുക്ക് മീൻ കിട്ടും നോക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ ചേട്ടന്മാരെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ചേട്ടന്മാരെല്ലാവരും ഹായ് കൊടുത്തേ. ഇവിടെ നിൽപ്പുണ്ട് ചേട്ടന്മാർ കണ്ടോ. ഓക്കെ, അവരിവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അത്യാവശ്യം മീനിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, അതിനകത്ത് കിടക്കുന്ന മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്പല്ലി കേട്ടോ. ചെമ്പല്ലിയും അതുപോലെ നട്ടറും കേട്ടോ. കുഴപ്പമില്ല. ഓക്കെ, കിട്ടുന്നുണ്ടോ അത്യാവശ്യം? നമ്മുടെ പിള്ളേരുടെ നിൽപ്പുണ്ട്. ഹായ് എടുത്തോ. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ നൈസായിട്ട് നോക്കാണ്ടി പോകാം നമ്മുടെ ബോൾട്ട് എങ്ങനെയുണ്ട്, കാസ്റ്റിംഗ് ഉണ്ടോ, ഹുക്കപ്പൊക്കെ കിട്ടുമോ എന്നൊക്കെ നോക്കാണ്ടി പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കാസ്റ്റിങ്ങിലേക്ക് പോകാം കേട്ടോ. ഇതുവഴി നടന്നു പോയിട്ട് നമുക്ക് അവിടെയൊക്കെ എറിയണം. ഫുള്ള് ചാലുകളാണ് കേട്ടോ. വെള്ളം കയറി ഫുള്ള് മൂടിയേക്ക് വേണം. ഞാൻ അങ്ങോട്ടൊന്ന് മാറിട്ട് വരാവേ കേട്ടോ. ചേട്ടാ അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ നമുക്കെതിരെ അങ്ങോട്ട് നടന്നു പോയിട്ട് നോക്കാൻ വല്ലതും കിട്ടും നോക്കാം കേട്ടോ. എടുത്തേക്കുന്ന റോഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിമാനോയുടെ സ്കോർപ്പിയോൺ DCയും റീലും, അതുപോലെ റോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ മെഗാബാറുടെ ബീബ്ലേഡ് റോഡ് കേട്ടോ. ഇട്ടേക്കുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഗ്നൈറ്റിൻ്റെ മാൻസ്ട്രബിളേറ്റ് 30 LB കേട്ടോ. ഓക്കെ, ഇതൊക്കെയുള്ള നമുക്ക് നേരെ പോകാം കേട്ടോ. പോകുന്ന വഴി നമ്മുടെ പിള്ളേർ കൂടെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇടിഞ്ഞൊരു പാലം പൊളിഞ്ഞു പോകും നടന്നു പോയിട്ടുണ്ടെങ്കിൽ. ഓക്കെ,
നമുക്കിത് ഇവിടെയൊക്കെയാണ് എറിയാണ്ടി പോകുന്നത്. ഫുള്ള് ഇവിടെ ഇങ്ങനെ പായലിടയ്ക്കുണ്ട്, ഗ്യാപ്പുണ്ട് കേട്ടോ. എല്ലാ വീടുകളും വെള്ളം കയറിയ ദുരിതമാണ് കേട്ടോ. ഫുള്ള് വെള്ളപ്പൊക്കമാണ്. പെട്ടെന്നൊരു മഴ ചെയ്തപ്പോൾ വെള്ളം മുങ്ങിയതാണ്. അപ്പോൾ നേരെ കാസ്റ്റിങ്ങിലേക്ക് പോയേക്കാം. എൻ്റെ പൊന്നെ ഗൈസ്, ഇവിടെ വന്നൊരു മീൻ ഇപ്പോൾ അടിച്ചുണ്ടോ. കാര്യം ഞാൻ അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ബോട്ടിലൊരു ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് നാളെ അടിച്ചേക്കുന്നത് ഇവിടെ ബോൾട്ട് ചുമ്മാ ഇങ്ങനെ വലിച്ചപ്പോഴേ ഹുക്കപ്പ് പോയി കേട്ടോ. കാര്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഗ്രിപ്പർ കൊണ്ടുവന്നില്ല, വലിയ കുഴപ്പമില്ല, വരാൻ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇവിടെ നടന്നു പോകുമ്പോൾ താഴെ പോകാൻ ചാൻസ് ഉണ്ട്, എങ്കിലും നമുക്ക് പോകാം. ഓക്കെ, പോയപ്പോൾ പോട്ടെ, ഇടത്തരം വരാലാണ്. അത് മിഴുങ്ങിപ്പോയാൽ ഊരാനുള്ള ഒരു സാധനം എൻ്റെ ഇല്ല. ഇന്നത്തൊരു ചാക്ക് വെച്ചിട്ടുണ്ട്, നേരെ ഇങ്ങോട്ടിടാവേ. ബോൾട്ട് ഫസ്റ്റ് മീൻ കേട്ടോ. ബോൾട്ടിൽ ഇത്ര വലുപ്പമുണ്ടേ, ഉണ്ടോ? എടുക്കുവാണ്, കളയുന്നില്ല. ഓക്കെ, ഇതേ നമ്മുടെ ഫ്രോഗ്. നേരെ ബാഗിട്ടേക്കാം. ഒരു അൺഎക്സ്പെക്റ്റഡ് റെഡി ആയിപ്പോയി. ഓക്കെ, ഫസ്റ്റ് മീൻ സെറ്റ്. അപ്പോൾ നമുക്ക് ഫ്രോഗ് ഒന്ന് പഴയ പൊസിഷനിലേക്ക് ആക്കാം. അത് തിരിച്ചിട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഫ്രോഗ് സെറ്റാണ്. ഓക്കെ, ഉടക്കത്തുമില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കാസ്റ്റിലേക്ക് പോകും. ഇതുവഴി തന്നെ നടന്നു പോകണം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു മീൻ പൊങ്ങിയുണ്ടോ എന്നാന്ന് അറിയത്തില്ല. നമ്മൾ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ബോട്ടിൽ അടുത്ത മീൻ കേട്ടോ. ചറപറ മീനാണേ, കണ്ടോ? നല്ല കിടുക്കാച്ചി ഹുക്കപ്പ് അയക്കുന്നേ. ദേ നല്ല കിടുക്കാച്ചി വരാലോ കേട്ടോ. നമ്മുടെ റോഡിൻ്റെ ഇത്ര ലെങ്ത് ഉണ്ട് ബഡിൻ്റെ. പതുക്കെ നമുക്ക് റീല് താഴെ വെക്കാം റോഡിലൂടെ. കാര്യം ഇവിടെ വേറെ വെക്കാൻ ഇടയില്ല. അപ്പം നമ്മുടെ കിട്ടിയവരാലും കണ്ടോ, നല്ല അടിപൊളിയാണ് വരാലോ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ബായിലോട്ട് കയറ്റാം. കാര്യം അവിടെ ഒരു മീൻ വേറൊന്നും നമുക്ക് ഫോളോ കിട്ടിയായിരുന്നു. അതേ ആ ഒരു പോർഷനിൽ കേട്ടോ. ഇപ്പോൾ മഴ പെയ്യും, അതിന് മുന്നേ നമുക്ക് പിടിക്കാം. ചെറുപറ ഇറക്കും കേട്ടോ, വേറെ ഒന്നുമല്ല, നമ്മൾ ഒത്തിരി കാണിക്കുന്നില്ല. കാര്യം ഫ്രോഗ് അടിപൊളിയെന്ന് അറിയാമല്ലോ. അയ്യോ, വിളിച്ചടാ. ഓക്കെ, അൺഹുക്കായിട്ടുണ്ട് ഫ്രോഗ് കേട്ടോ. ഇത് നമ്മുടെ ബോൾട്ട്. ഓക്കെ, ഒത്തിരി ഇതാക്കാതെ അടുത്ത കാസ്റ്റിലേക്ക് പോകും. ഫ്രോഗ് നമുക്ക് പഴയ പൊസിഷനിൽ കാണാം കേട്ടോ. നേരെ ഇതൊന്നും വലിച്ചിട്ടാൽ മതി. ചേട്ടാ നേരത്തെ ഇറങ്ങണ്ടായിരുന്നു, ഈ മീൻ കാണും. ഗൈസ് അടുത്ത മീൻ അടിക്കുമെന്ന് നോക്കാവേ. അയ്യോ, അതേ ഒരു മീൻ വന്നിരിക്കുന്നുണ്ടോ? ആ ഫോളോ കിട്ടിയത് അവനായിരിക്കും ഗൈസ്. നമുക്ക് അടുത്ത മീൻ അടിക്കാൻ പോകണം. ഇവിടുത്തെ ഒരു ഫോളോ കിട്ടിയായിരുന്നു. എന്ത് ചെയ്യടാ ഫോളോ ആകുന്ന മീൻ? അയ്യോ, നമുക്കൊരു ഫോളോ കിട്ടിയായിരുന്നു. ഇവിടുത്തെ ഫോളോ ആയിരുന്ന മീനെല്ലാം ഒരു തവണ ഉള്ളെന്ന് തോന്നുന്നു വരവ്. യെസ്, ഫിഷോൺ അടിച്ച്. ഒരു തവണയൊന്നും അല്ല, അടിക്കുന്നവൻ അടിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. ഇടത്തരം കേട്ടോ ഇവിടെ അടിക്കുന്ന മീനല്ലാവേ, വലിയ ഹെവി വരാമല്ലോ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോൾട്ടിൽ റിയൽ വാറിൻ്റെ ബോൾട്ടിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ടേ. ഇതുണ്ടോ ഈ സൈസ് വരുന്ന ഒരാൾ, നാടനായിട്ട്. ഇതെല്ലാം നല്ല നാടനാണ്. നമുക്ക് നേരെ കവറിൽ കയറ്റാം. ഗ്രിപ്പർ എടുക്കാൻ പറ്റാത്തതാണ് ഇന്നത്തെ ഒരു ഏറ്റവും വലിയ പോരായ്മ. ഇത് നമുക്ക് ഊരിയിട്ട് ഇട്ടാൽ മതിയായിരുന്നു. മണ്ടത്തരം പറ്റിപ്പോയി, മറന്നുപോയി. എൻ്റെ വായിൽ നിന്ന് ഊരെടുക്കണമെങ്കിൽ അതിലും വലിയ അടങ്ങ്. ഓക്കെ, അതായത് നമ്മുടെ ഫ്രോഗ്, നമ്മുടെ ബോൾട്ട് ജസ്റ്റ് ഇവിടെ പ്ലെയർ ഇട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് മീനതേ ബാഗിട്ടേക്കാം. സ്ട്രൈക്ക് ചെയ്യുന്ന മീനെല്ലാം നമുക്ക് പൊക്കണ്ടേ, അതുകൊണ്ട് നമ്മൾ ചറവറ എറിയാൻ വേണ്ടി പോകണം. പഴയ പൊസിഷനിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഫ്രോഗ്. അടുത്ത മീൻ ഇവിടെ ഒന്ന് തന്നെ പിടിക്കാം. എൻ്റെ മോനെ ഗൈസ്, ചിലപ്പോൾ ഒരു മീനായിരിക്കും ഇതേ. യെസ് ഫിഷ് ഓൺ.
അപ്പോൾ നമ്മുടെ ബോട്ടിലടുത്ത മീൻ കേട്ടോ, നല്ല ജയൻ്റ് വരാലാണേ, കിട്ടിയാൽ ഏറ്റവും വലുത് കേട്ടോ. ഇതുണ്ടോ തലയുടെ വലുപ്പം കേട്ടോ, ഈ സൈസ് വരും കേട്ടോ. ദേ റോഡിൻ്റെ ഇത്ര ലെങ്ത് ഉണ്ട്, നമ്മുടെ ബോൾട്ട് വായിക്കുന്നുണ്ട്. അടിപൊളി ഹുക്കപ്പ്, കാര്യം നല്ല കിണ്ണനൊരു സ്ട്രൈക്ക് കിട്ടി, അത് കഴിഞ്ഞിട്ട് അടിച്ചവൻ കയറി കേട്ടോ. ഓക്കെ, ബോൾട്ട് അടിപൊളി ഫ്രോ കേട്ടോ. എൻ്റെ മോൻ ഈ സൈസ് ഉണ്ട് വരാറ് കേട്ടോ. ഓക്കെ, വീഡിയോ എങ്ങനെയാണെന്ന് അറിയത്തില്ല, നമുക്ക് ഗ്രിപ്പർ ഇല്ലാത്തതുകൊണ്ടൊരു പ്രശ്നം കൊണ്ട് നമുക്ക് നേരെ ഇതിനെ ബാഗിലോട്ട് കയറ്റാം കേട്ടോ. നമ്മുടെ ബാഗിനകത്ത് ഇപ്പോൾ 3 ഉണ്ട്, 4ാമത്തെ കേട്ടോ നമ്മുടെ ബോൾട്ടിൽ കേട്ടോ. അടിപൊളി വരാലോ കേട്ടോ, ഹെവി സൈസ്. ഒരു ഫോട്ടോ എടുത്തരാൻ പോലും ആരുമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഇതിനെ ഒന്ന് ബാഗിൽ കയറ്റിയിട്ട് അയ്യോ കടിച്ച് പിടിച്ചേക്കൊന്ന് വാ വിളിച്ചാൽ കൊച്ചേ, വാ വിളിച്ചേ. ഇത് നമ്മുടെ ഫ്രോഗ് നമ്മൾ അൺഹുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ബോൾട്ട് ഗ്രീൻ. ഓക്കെ, ബാഗിലിട്ട് ക്ലോസ് ചെയ്തേക്കാം. നമ്മുടെ ഫ്രോഗ് നമുക്ക് പഴയ പൊസിഷനിലേക്ക് ആക്കാം. എന്നാ സ്ട്രൈക്ക് ചെയ്ത് കിട്ടിയ 3-4 സ്ട്രൈക്കും മീനും. ഇത് നമ്മുടെ ഫ്രോഗ് പഴയ പൊസിഷൻ നമ്മളാക്കിയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ റബ്ബർ ക്വാളിറ്റിയാണ്, പെട്ടെന്ന് ഹുക്കാവും മീൻ അടിച്ച് കഴിഞ്ഞാൽ. ചെറുതും കയറും വലുതും കയറും. വാവ്, അടുത്ത മീനോട്ടനെ അടിക്കും. അവിടെ മീനുള്ളൊരു സ്ഥലമാണ്. എൻ്റെ പൊന്നെ, എൻ്റെ പൊന്നോ, ഹെവി. എൻ്റെ പൊന്നെ ഗായ്സ്, ഈ സൈഡിൽ നിൽക്കുമായിരുന്നു ആ മീനെ. എന്നെ കണ്ട് വെള്ളത്തിൽ ഇറങ്ങിപ്പോയ മീനാ, പിന്നെയും കയറുന്ന അടിച്ച്. ഗായ്സ് വരാലിൻ്റെ വലുപ്പം കണ്ടോ, 1 കിലോ, എങ്ങനെ അടിച്ചാലും 1.5 കിലോ വരുന്ന വരാൽ. ഇത് കണ്ടോ, അടിച്ചേക്കുന്ന ഫ്രോഗ് നമ്മുടെ ബോൾട്ട്, റിയൽ വാരിയറിൻ്റെ ബോൾട്ട്. ഈ സൈസ്. ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത ഒരു മനുഷ്യരാത്തതുകൊണ്ടാണോ. വണ്ണം കണ്ടോ, ഇത്രയും വണ്ണം ഉണ്ട്. കൈപ്പത്തി പിടിച്ചാൽ വട്ടമൊക്കെ ഇല്ലാത്ത വരാലാണ് കണ്ടോ, അടിപൊളി വരാൽ. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ബാഗിലോട്ട് കയറ്റാം. പ്രോപ്പർ ഹുക്കപ്പ് അയക്കുന്നേ, നന്നാക്കിയിരിപ്പുണ്ട് ഫ്രോഗ്. ഇറക്കി എടുക്കണമെങ്കിൽ ഇച്ചിരി പണിയാണ്, നാക്കയോടെ കയറിയേക്കാം. നമുക്ക് പ്ലെയർ ഇടണം. കൈ മുറിച്ച് ഗൈസ്, കൈ മുഴുവൻ മുറിച്ച്. അയ്യോ, ഗ്രിപ്പർ ഇടാത്തതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇത്. നമ്മളെപ്പോഴും നമ്മുടെ ബാഗ് ഗ്രിപ്പർ വെക്കുന്ന, ഇത്തവണ വെച്ചില്ല. നമുക്കായാലും പ്ലെയർ ഇട്ടിട്ട് ഇതിൻ്റെ ഹുക്കൊന്ന് അൺഹുക്ക് ചെയ്യാം. ഗൈസ്, എൻ്റെ കൈയെല്ലാം വട്ടം മുറിഞ്ഞ്. നമുക്ക് പ്ലെയർ ഇട്ടിട്ട് പതുക്കെ ഒന്ന് തള്ളി നോക്കാവേ, ഇടയ്ക്കല്ല കേട്ടോ. നമ്മുടെ ഫ്രോഗ് നമ്മൾ അൺഹുക്ക് ചെയ്തു. നമ്മുടെ ബോൾട്ട് നല്ല ജോയിൻ്റ് വരാലോ, എൻ്റെ വരാലോ പിടുത്ത പിടിച്ചവൻ. അപ്പോൾ നേരെ കയ്യോടെ അവനെ ബാഗിലിട്ടേക്കാൻ. കാര്യം എനിക്ക് അവനെ വിടാൻ പേടി, ഭയങ്കര പേടി. കാര്യം ഇത്രയും വലിയ വരാലൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന കേട്ടോ. ബാഗിലോട്ട് ഡയറക്റ്റ് വീണാലും കുഴപ്പമില്ല, മിസ്സാവരുത്. ഓക്കെ, പൊക്കോ. യെസ്, കടിച്ച് കൈയെല്ലാം മുറിച്ച് കളഞ്ഞവൻ. ഓക്കെ, സെറ്റ്. ഫ്രോഗ് നമുക്ക് പഴയ പൊസിഷൻ സെറ്റ് ചെയ്യാം. ഇതുപോലത്തെ ഒരു മീൻ എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. 4-ോ 5-ാമത്തെ മീനാണ് നമ്മുടെ ബോൾഡിൽ കേട്ടോ. ഒരു രക്ഷയാത്ത ഫ്രോ കേട്ടോ. ചെന്ന് വീഴുമ്പോഴാണ് മീൻ അടിച്ചേക്കുക. ഈ സൈഡിൽ നിന്ന് അടിച്ചാൽ അതുപോലത്തെ ഒരെണ്ണോടെ കിട്ടിയിരുന്നെങ്കിൽ. ആ സൈഡിൽ ഇത് കിടക്കുന്ന പോലെ തോന്നുന്നു. മീനായിരുന്നെങ്കിൽ അടിച്ചാനല്ലേ, കമ്പ. ഗൈസ്, മീൻ അടിച്ചപ്പോൾ ക്യാമറ ഓഫ് ആയിരുന്നു. നമ്മുടെ ബോൾട്ട് അടുത്ത മീൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഒരു ഇടത്തരം വരാം കേട്ടോ, ഇത് ഇത്രയും വലുപ്പമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ബോൾട്ട് അൺഹുക്ക് ചെയ്തിട്ട് അടുത്ത കാസ്റ്റ് ചെയ്യാം. കാര്യം നമുക്ക് 5-6 മീൻ കിട്ടി. നമുക്ക് മഴക്കാലം വരാൻ വേണ്ടി പോകണം. നമുക്ക് അതിന് മുന്നേ കയറാൻ നോക്കണം കേട്ടോ. ഓക്കെ, കണ്ടോ, ഈ സൈസ് വരും. നല്ല അടിപൊളി ഹുക്കപ്പ് ആയിരുന്നു. തന്നെ ഹുക്കായി, അൺഹുക്കായി. ഇത് നമ്മുടെ ഫ്രോഗ് ബോൾട്ട്. അടുത്ത കാസ്റ്റ് ചെയ്യാം. വാവ്, അടിയ. വിഷം എന്നാടാ. ഇപ്പോൾ ഗൈസ്, അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ബോൾട്ടിൽ കേട്ടോ. നാക്കയോടെ കയറിയിരിക്കുന്നു കേട്ടോ. ഈ സൈസ് ഉണ്ട് കേട്ടോ. ഒരു 10-300 രൂപ കാണും. ഓക്കെ, നമുക്ക് പതുക്കെ അൺഹുക്ക് ചെയ്യാം. ഓക്കെ
ഓക്കെ ഇത് നമ്മുടെ ഫ്രോഗ്, നമ്മുടെ ബോൾട്ട് കേട്ടോ. താങ്ക് യുടാ. ഓക്കെ നമ്മുടെ മീനിനെ നേരെ ബാഗിലേക്ക് ഇട്ടേക്കാം. ഇതിനകത്തുണ്ട് കുറച്ച്, കാണാമോ? ഉണ്ടാ. അപ്പം നമുക്ക് ബോൾട്ട് ഒന്ന് പതുക്കെ സെറ്റാക്കാം. മീൻ അടിക്കുമെന്ന് പറഞ്ഞ് അടിച്ച് പൈസ നമുക്ക് 5-6 മീൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. മഴ പെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ചറവറാന്ന് കുറച്ച് അടിച്ച്. വാവ്, ഇപ്പോൾ ചിലപ്പോൾ ഒരു മീൻ അടിക്കും. ഉണ്ടോ അടിച്ചടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ചടിച്ച് എസ് ഫിഷോ. ചെറുമീനാണ് ഗൈസ്, ചെറുമീൻ. നീ പറഞ്ഞില്ലേ വരാല് മാത്രമേ കിട്ടത്തുള്ളൂ ഇവിടുന്ന്. ചെറുമീൻ കിട്ടിയുണ്ടോ ഗൈസ്? അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. ഇതൊരു ചെറുമീൻ കേട്ടോ. നമ്മുടെ ബോട്ട് ബായിടുന്നുണ്ടോ അവിടെ? അങ്ങോട്ട് വരാം ഗൈസ്. നമ്മുടെ ബോട്ടിൽ ഒരു ചെറുമീൻ അടിച്ചിട്ടുണ്ട്. അടിപൊളി. ഒരു 1/2 കിലോ 3/4 കിലോ എന്നൊരു ചെറുമീൻ കുഞ്ഞ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ ചെറുമീൻ അപൂർവമാണ് കേട്ടോ. ഓക്കെ, അതാണ് നമ്മൾ എടുക്കുവാണ്, വിടുന്നൊന്നുമില്ല. നമ്മുടെ ബോൾട്ട് വായിക്കുന്നുണ്ടോ? ബോട്ടിൽ ഇപ്പോൾ എത്രാമത്തെ മീനെന്ന് അറിയത്തില്ല. കുറച്ചേറെ മീൻ കിട്ടി നമുക്ക്. ഇത് നമ്മുടെ ബോൾട്ട്. ഓക്കെ, നമ്മുടെ മീൻ നമുക്ക് നേരെ ബാഗിലേക്ക് ഇട്ടേക്കാം. പിടച്ചാൽ ഇപ്പോൾ പോവും. കാര്യം ഗ്രിപ്പറില്ലാത്തതുകൊണ്ടാണേ. ഓക്കെ, സെറ്റ്. ഇനി കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ബോൾട്ട് പഴയ പൊസിഷനിലേക്ക് ആക്കാം. ഓക്കെ, സെറ്റ്. മീൻ പൊങ്ങിയിട്ടുണ്ടോ? വരാലാണോ? ആ, അത് കുഴപ്പമില്ല. മറിയടാ. വരാലല്ലേ? ഉണ്ടോ? യെസ്, ഫിഷ് ഓൺ. അങ്ങനെയുണ്ടോ? അടിപൊളി സാധനമല്ലേ? അടിപൊളി വരാലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ല, എനിക്കറിയാം മീനുണ്ടോ. അത്യാവശ്യം മീൻ കിട്ടി. 2-3 കിട്ടി. എവിടുന്നാ? അപ്പുറത്തുനിന്ന് കണ്ടാന്നല്ലേ? അപ്പോൾ അതേ നമ്മുടെ അടുത്ത മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ റിയൽ വാരിയറിൻ്റെ ഫ്രോഗിൽ കേട്ടോ, ബോൾട്ടിൽ കേട്ടോ. കൺഹുക്ക് ചെയ്യാം. ദേ ഫ്രോഗ് കൺഹുക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രോഗ്. ഓക്കെ, ചാനല. ആ, ഇത് നല്ല അടിപൊളി നാടൻ വരാൽ കേട്ടോ. നല്ല തനി നാടൻ വരാലാണ്. നല്ല ഉരുണ്ട് തടിച്ച വരാൽ. ഇത് ഈ സൈസ് ഉണ്ട് കണ്ടാ. ഓക്കെ, നമുക്ക് യൂട്യൂബില. എന്തോ ഇന്നൊന്നും കാണത്തില്ല, കുറച്ചാണ് എടുക്കും. വീഡിയോ എഡിറ്റൊക്കെ ചെയ്തിട്ടുണ്ടേ. പേരെന്നാ ചേട്ടൻ്റെ? ബാബു. ചേട്ടൻ്റെ പേരോ? ബിജു. നിങ്ങളുടെ രണ്ടുപേരും പേര് പറടാ. അച്ചു, അപ്പു. എല്ലാവരും. ചേട്ടൻ്റെ പേരോ? ബൈജു. ഓക്കെ, എല്ലാവരും പേര് പറഞ്ഞിട്ടുണ്ട്. കുറേ നേരം വിട്ടുന്നുണ്ടല്ലേ? ആ, അപ്പോൾ അതേ അടുത്ത മീനെ നമ്മൾ ബാഗിലോട്ട് ഇട്ടേക്കണേ. മതിയാവോ? അപ്പോൾ ബാഗിലോട്ട് വെച്ചിട്ട് അടുത്ത് തന്നെ പോക്കാം. നമ്മുടെ ഫ്രോഗ് ഒന്ന് സെറ്റാക്കണം. റബ്ബറെ കൂടെ കയറിയിട്ടുണ്ട്, ആരും കുഴപ്പമില്ല. ഓക്കെ, റിയൽ വാരിയർ ബോൾട്ട്. ചേട്ടൻ പറഞ്ഞിടത്ത് തന്നെ ഒന്നുകൂടെ എറിഞ്ഞ് നോക്കാം. ചേട്ടൻ പറഞ്ഞു ഇവിടെ കുറേ നേരമായി. പൊടിമീൻ അടിക്കുന്ന പൊടിമീൻ കയറുന്നുണ്ട്. ചെറിയ ഇവിടെ ഓവില്ലേ, ഓവി കൂടെ കയറി. വേറെ ഉണ്ടെങ്കിൽ പഠിക്കും. അത് വെള്ളം ഒഴുകുന്നതുകൊണ്ട് ഇവിടെ ഈ പൊടിമീൻ കാണും. അവന്മാർക്ക് അടിക്കാൻ നിൽക്കുന്ന പൊളി കൂടെ ഇത്. പതുക്കെ കയറാം. എന്താ പരിപാടി കഴിഞ്ഞോ?
മീൻ കിടിച്ച് കുറച്ച് കിട്ടി. ആ ഞാൻ കണ്ടു നിങ്ങളെല്ലാവരും TV കാണുന്ന പോലെ നോക്കിക്കൊണ്ടിരുന്നേ, സിനിമ കാണുന്ന പോലെ എല്ലാവരും. ആ ഇവിടെ ഒന്നുമില്ല. നമുക്കെന്നാ വീട്ടിൽ പോയാലോ ഗൈസ്? അത്യാവശ്യം മീനടി ഒതുങ്ങിയിട്ടുണ്ട് അല്ലേ? മീനടി ഒതുങ്ങിയില്ലേ? ഇപ്പോൾ മീൻ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ മീനെ കാണിച്ചിട്ട് വീട്ടിൽ പോയാലോ? ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രോഗിൽ നമ്മൾ അത്യാവശ്യം മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. കാര്യം നമ്മളിവിടെ എല്ലാം കവർ ചെയ്തു കേട്ടോ. നമുക്ക് കിട്ടേണ്ട മീനൊക്കെ കിട്ടി കേട്ടോ. ഞങ്ങളുടെ അവിടെ ഒരു മീൻ ഇപ്പോൾ ഓടിപ്പോയിട്ടുണ്ട്. നീ പറഞ്ഞ സ്ഥിതിക്കായാലും ഒന്നുകൂടെ അറിഞ്ഞേക്കാം ഗൈസ്. നമ്മുടെ ലാസ്റ്റ് കാസ്റ്റിങ്ങേ പറഞ്ഞുകൊണ്ട് ഇനി വല്ല അടിച്ചാലോ? ഇല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടിയ മീനെല്ലാം ഞാൻ കാണിച്ചു തരാം. നമുക്ക് വഴി കയറണം. ഓ കയറി രക്ഷപ്പെട്ടു. നീ അപ്പം ഞാനും കയറി ബാ. അപ്പോൾ ഗൈസ് നമുക്ക് കിട്ടിയ മീനെല്ലാം ഞാനിവിടെ എവിടെയെങ്കിലും കുറഞ്ഞിട്ട് കാണിക്കാവേ. മഴക്കാർ വരുന്നുണ്ട്. നമ്മളെല്ലാം കവർ ചെയ്ത് തിരിച്ച് പോവാണേ. അപ്പോൾ നമ്മുടെ റോഡിൽ ജസ്റ്റ് താഴെ വെക്കാവേ. ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ ഗൈസ് ഞാൻ കുറഞ്ഞിട്ടാവേ. പോവല്ലേ ഇവിടെ പോവാം. വെള്ളത്തിൽ കളിക്കാൻ പോകണം ഗൈസ്. ഈ ഒരു ചാക്ക് ഫുള്ള് മീനാണേ, വേറെ ഒന്നും ബാഗിലില്ല. ഈ ഒരു ചാക്ക് ഫുള്ള് ഇത് കൊണ്ടോ പിടച്ച് മറിയുന്നുണ്ടോ? കുടയട്ടെ ഗൈസ്. കിട്ടിയ മീനെ ഫുള്ള് ഇവിടെ കുടയണേ. എങ്ങനെയുണ്ട്? കിട്ടിയ ഏറ്റവും വലിയ വരാൽ ഇതാട്ടോ. ഹെവി സൈസ്, ഒരു 1 കിലോ കാണുന്ന വരാൽ. 1 കിലോ മണ്ടേ വരും ഇത്. അല്ലല്ലോ ഇതിനുണ്ട്. ഇതും വലിയ വരാല. ഇതുണ്ടോ? 2 ഉണ്ട്. രണ്ടുകൂടെ കൂടി ഇത് തന്നെ 2 കിലോ ഉണ്ട്. എല്ലാവരും കൂടി 3-4 കിലോ മീൻ കിട്ടിയിട്ടുണ്ട്. പൊളിച്ചില്ലേ? അപ്പം നമുക്ക് ഇത്ര മീനാണ് കിട്ടിയേക്കുന്നത്. ഈ കാണുന്ന മീൻ ഫുള്ള് കേട്ടോ നമ്മുടെ ഈ ഫ്രോഗിൽ കിട്ടിയേക്കുന്നത്, നമ്മുടെ റിയൽ വാരിയറിൻ്റെ ബോൾട്ടിൽ കേട്ടോ. അപ്പം കിട്ടിയ മീനെല്ലാം നിങ്ങളുണ്ടല്ലോ. അപ്പം നമ്മൾക്കാണെങ്കിൽ മഴക്കാറാണ് തിരിച്ച് കയറിയേക്കും. നമ്മൾ ഒരുമാതിരിപ്പെട്ട ഏരിയ എല്ലാം കവറാക്കിയിട്ടുണ്ട്. അപ്പം ഇൻട്രോയ്ക്ക് അത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്രോഗ്, നമ്മുടെ റിയൽ വാറിൻ്റെ ബോൾട്ട് ആർക്കെങ്കിലൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തേക്കാം. 1 2 3 4 5 6 7 8 9 എണ്ണം കിട്ടി. ഒരെണ്ണം കിട്ടുന്ന 10 തേക്കായിരുന്നു. ഓക്കെ വേണ്ട ചാടുന്നുണ്ടോ? ഇതെല്ലാം കിടന്ന് പഠിച്ച് പറയുന്നുണ്ട് കേട്ടോ. പോവല്. ഓക്കെ. അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാം. സരി കാണുന്ന ബെൽബട്ടൺ അവിടെയൊക്കെ എവിടെ വെക്കാൻ നമ്മൾ ഇന്ന് വെറൈറ്റി നല്ല അടിപൊളി വീഡിയോസൊക്കെ എന്തൊക്കെ നോട്ടിഫിക്കേഷൻ ഇഷ്ടത്തിലേക്ക് അടിക്കാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോ കാണാം.